Hi dear friends, welcome to Kerala MechTech. നമ്മൾ രണ്ട് പുതിയ സ്കാൻ ടൂളുകളാണ് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ സ്കാൻ ടൂൾസിൻ്റെ ഏറ്റവും വലിയ കിങ് ഇന്നത്തെ ഡേറ്റിൽ നമ്മുടെ കയ്യിലുള്ളത് ലോഞ്ചിൻ്റെ പാഡ് 9 ആണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് മാത്രമാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത ഈ ഒരു സ്കാൻ ടൂള് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പുതിയ നമ്മുടെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓട്ടോമോട്ടീവ് മേഖലകളിലേക്ക് പുതിയ വർക്ക്ഷോപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബജറ്റിൽ നിൽക്കാവുന്ന എന്നാൽ അത്യാവശ്യം എല്ലാ സർവീസ് ഫംഗ്ഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് ലോഞ്ച് നമുക്ക് വേണ്ടി ഇറക്കി വയ്ക്കുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് ഒരു ഫുൾ വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. ആദ്യമേ നമുക്ക് പാഡ് 9ൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ പാഡ് 9 നമ്മളിവിടെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനേക്കാൾ മുന്നേ ഞാൻ ഇവിടെ നമ്മുടെ സീനിയർ ആയിട്ട് അതിനെ പരിചയപ്പെടുത്തി തരാൻ നമ്മുടെ മനീഷേട്ടൻ ലോഞ്ചിൻ്റെ നമ്മുടെ ഡീലറാണ്. ലോഞ്ചിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി കൂടി ലോഞ്ചിൻ്റെ സകലമാന ടൂൾസുകൾ ഡയറക്റ്റ് നമുക്ക് മനീഷേട്ടനോട് വാങ്ങാവുന്നതാണ്. ആർക്കെങ്കിലും ലോഞ്ചിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബജറ്റുള്ള ടൂൾസ് വേണമെങ്കിൽ ഫംഗ്ഷനാലിറ്റി അനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ച് മനീഷേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമൻറ്റിൽ മനീഷേട്ടൻ്റെ കോൺടാക്റ്റും സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം കാണുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പാഡ് 9 പുറത്തെടുക്കാം. പിന്നെ പാഡ് 9 നമ്മൾ വെൽ പാക്ക്ഡ് ആണ്. യാതൊരുവിധ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ കമ്പനിക്കാർ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സാധനം കയ്യിലുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാവുന്ന രീതിയിലുള്ളൊരു പെട്ടി. അപ്പം ഏതാണ്ട് ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പാഡ് ഇരിക്കുന്നത്. നമുക്ക് പാഡ് കാണാം. ഇത്രയും വലിയ സ്ക്രീനാണ്. എത്ര ഇഞ്ച് ഉണ്ട്? 13.6 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. സ്മാർട്ട് ലിങ്ക് വേർഷൻ 3 ആണ് വരുന്നത്. ഇത് നമ്മൾ സ്കാൻ ടൂളും വണ്ടിയുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണിത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CAN FD അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡോയിപ്പ് സപ്പോർട്ട് ചെയ്യും. ഡോയിപ്പ് പ്രോട്ടോകോൾസ്, അതായത് വണ്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. ആ എല്ലാ പ്രോട്ടോകോൾസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ BMW റേഞ്ച് റോവർ പോലുള്ള വണ്ടികളാണെങ്കിൽ അതിനകത്ത് ഈത്തർനെറ്റ്, ഫ്ലെക്സർ കമ്മ്യൂണിക്കേഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് കമ്പനി ഇതിനെ ഇറക്കിയേക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് കിറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ കേബിളാണ്. അതിനകത്ത് നമുക്ക് ഈത്തർനെറ്റും മറ്റുള്ള കണക്ഷൻസിന് വേണ്ടിയിട്ടുള്ള കേബിളും കാര്യങ്ങളും ഇതിൻ്റെ കൂടെയുണ്ട്. ഇത് നമ്മുടെ ചാർജിങ് യൂണിറ്റ്. ഇത് നമ്മുടെ ഈത്തർനെറ്റിനുള്ളതാണ്, ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലേ. USB വേണ്ടിയിട്ട് USB കേബിളുണ്ട്. ഇൻ്റർനെറ്റ് ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റേ ലാൻ കണക്ട് ചെയ്യാനായിട്ടുള്ള ലാൻ കണക്ട് ചെയ്യാനായിട്ടുള്ള ഇപ്പം വൈഫൈ അല്ലാതെ നമുക്ക് ലാൻ ഡയറക്റ്റ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കേബിൾ, നല്ല ലെങ്തി ആയിട്ടുള്ള കേബിളുണ്ട്. വലിയ വർക്ക്ഷോപ്പുകളിൽ കാണുന്ന കണക്ക് പ്രീമിയം ബ്രാൻഡുകൾ മാത്രം പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളിൽ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ചാർജിങ് കേബിളും ഉണ്ട് കേട്ടോ. 2 പോയിന്റിലും വർക്ക് ആവുന്ന ടൈപ്പ് ചാർജിങ് കേബിൾസ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പാഡ് പുറത്തേക്ക് എടുക്കാം. ഒരു കൊച്ചു TV പോലെ ഉണ്ട് അല്ലേ. എന്നാലും പാഡ് 7 വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇച്ചിരി വെയിറ്റ് കുറച്ചിട്ടുണ്ടല്ലേ അവർ. അതിനെക്കാട്ടിലും വെയിറ്റ് കുറച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചാരി വെക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ചാരി വെക്കാം ടേബിളിൽ, ബെഞ്ചിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ടൂൾസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് നമ്മളെപ്പോഴും കൈ കൊണ്ട് എടുക്കുമല്ലേ. ഇത് നമ്മൾ പ്രത്യേകം ഒരു ടേബിൾ, ട്രോളി പോലെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടാണ്. ലോഞ്ചിന് തന്നെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതോ പവർ ഓണായി വരുന്നുണ്ട്. ഓക്കെ,
ഇതാ ഇങ്ങനെ ഒരു നമ്മൾ സ്കാനറിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇതാണ് ഇതിനകത്ത് കാണുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്കാനിങ് കൂടാതെ നമുക്ക് EV വെഹിക്കിൾസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കാണുന്ന പോലെ EV വെഹിക്കിൾസിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. EVയുടെ ഡയഗ്നോസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ EVയുടെ കിറ്റ് നമ്മൾ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഇതിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് അറൗണ്ട് ഒരു 65 സംതിങ് റേറ്റ് വരുന്നുണ്ട്. ടോട്ടൽ നമ്മുടെ ഈ ഒരു ടൂളിൻ്റെ റേറ്റും EV കിറ്റും ബാക്കിയുള്ള ആഡോൺസിന് എന്തൊക്കെ പ്രൈസ് വരുന്നുണ്ടോ നേരിട്ട് മനീഷേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് റിമോട്ട് ഡയഗ്നോസിസ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡയഗ്നോസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ നമുക്ക് വേറെ ആളോട് സപ്പോർട്ട് നമുക്ക് തേടാം. അതായത് ഇതേ കൂട്ട് ടൂൾസ് ഉപയോഗിക്കുന്ന മറ്റു പല ആൾക്കാരോട് സപ്പോർട്ട് തേടി നമുക്ക് പല ഡയഗ്നോസിസ് ഫംഗ്ഷൻ നമുക്ക് റിമോട്ട് ഡയഗ്നോസിസിലൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 3 years ഫ്രീ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. 3 years ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 3 years വരെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫുൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നമുക്ക് 3 years വരെ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. റാം 12 GB റാം വരുന്നുണ്ട്. 512 GB ഇതിനകത്ത് വേറെ അഡീഷണൽ മെമ്മറി വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള മെമ്മറി ഉള്ള ടൂളും കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാറ്ററി 9000 mAh അല്ലേ, 9360 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫുൾ പവറുള്ള ഒരു ബാറ്ററി. നമുക്ക് ഒരു തവണ ചാർജ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് ഫംഗ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിടെ പെട്ടെന്ന് അങ്ങ് വോൾട്ടേജ് ഡൗൺ ആയി പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും 50% താന്ന് പോകാതെ നോക്കുക. നമ്മൾ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാറ്ററിക്ക് അത്രയും കൂടുതൽ ലൈഫ് കിട്ടും. ഏത് സ്കാനർ ആണെങ്കിലും ഏത് ബ്രാൻഡ് ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എക്സ്പീരിയൻസ് വൈസിട്ടുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ. ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നേരിട്ട് മനീഷേട്ടനെ ബന്ധപ്പെടുക. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ വണ്ടിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ വലിയ താമസിക്കാത്ത ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ മനീഷേട്ടനായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോലെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടുത്ത ടൂളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ടൂള് അൺബോക്സിങ് ചെയ്ത് വണ്ടിയിൽ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഫംഗ്ഷനാലിറ്റി മനസ്സിലാക്കി തരാം. പുതുതായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല രീതിയിൽ തന്നെ ഉപകരിക്കുന്ന ഒരു ടൂളായിരിക്കും. മറക്കരുത്. ലോഞ്ച് CRP 359 അതാണ് ഇതിൻ്റെ മോഡൽ. ലോഞ്ച് CRP 359. അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഗൈസ് ഇങ്ങനെയുള്ള വീഡിയോസ് സപ്പോർട്ടീവ് ആണ്, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നമ്മുടെ മെക്കാനിക് കമ്മ്യൂണിറ്റീസ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഷെയർ കൊടുക്കുക. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.